സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. തന്നെയല്ല, ക്ലാരമ്മ എങ്ങനെയാടി അമ്പലത്തിൽ പറഞ്ഞു വിടുന്നേ? അവരോട് പറഞ്ഞാൽ ചിലപ്പോ സ്നേഹം കൊണ്ട് ചെയ്തെന്നിരിക്കും. എന്നാലും അവിടെ ചെന്ന് പെരുമാറാനൊന്നും അവർക്ക് അറിയില്ലല്ലോ. എന്നാലും മുത്തശ്ശി കാണിച്ചത് ഒട്ടും ശരിയായില്ല. അവളുടെ കൂടെ ചേച്ചിയെ പറഞ്ഞേക്കാന്ന് വെച്ചാ അതിനെന്താടി കുഴപ്പം? അവള് ഈ വീട്ടിലെ കുട്ടിയല്ലേ. അവൾക്കൂടെ വേണ്ടിയല്ല ഗോമതി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഗോമതിയെ മാത്രമല്ല, ക്ലാരമ്മയെ നിർത്തിയിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാ. ഇവിടെ അങ്ങനെ ആർക്കും ഒരു കാര്യത്തിലും ഒരു പക്ഷാഭേദവും വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. മുമ്പേ ഗോമതി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നീ ചെവി കടിച്ചു പറിച്ച് അവൾ ഈ പരുവത്തിലായത്. ഇനി ഈ വീട്ടിൽ അത് വേണ്ട. എല്ലാവരും ഒത്തൊരുമയോടെ തന്നെ കഴിയണം. അതിന്റെ ഒരു തുടക്കമാ ഇത്. അവളുടെ കൂടെ പോകാൻ ഗോമതി ചേച്ചി സമ്മതിച്ചോ? അല്ല, ഞാൻ എന്തിനാ അവളുടെ സമ്മതം ചോദിക്കുന്നേ? അവൾ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ. അവൾ ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അവളെ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാ അവർക്കെതിരെ ഞാൻ കണ്ണുവടച്ച് നടപടിയെടുക്കും. ഇനി എന്തെങ്കിലും നിനക്ക് അറിയാനുണ്ടോ? ആമി, 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 ഇങ്ങോട്ട് വാ. ആമി. ഓ, കൂമി കൂമി, ഇങ്ങനെ എന്തിനാ ഇങ്ങനെ നടന്ന് ചാവുന്നേ? വരുന്നു. എന്താ? ആ, അവതരിച്ചോ? എടി, ഒരു അത്യാവശ്യത്തിന് എത്ര തവണ വിളിക്കണം നിന്നെ? എന്റെ സോക്സ് എവിടെ? ഞാൻ എടുത്ത് തിന്നു. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. സോക്സ് തിന്നുപോലും. ദേ കിടക്കും നിങ്ങളുടെ സോക്സ്. കൺമുന്നിൽ ഇരുന്നാലും നോക്കത്തില്ല. അതെങ്ങനെയാ? എല്ലാത്തിനും ആമി കൂമിന്ന് വിളിച്ചാൽ മതിയല്ലോ. ഏത് ടാസ്ക് ഏറ്റെടുക്ക ഇവിടെ ഒരു ആമി ഉണ്ടല്ലോ. അതെ, ഒരാമിയുണ്ട്. ആകെ എനിക്കൊരു ആമി മാത്രമല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു ഒന്നാക്കാൻ? ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ആകാമല്ലോ. ഞാൻ ആർക്കും വഴി തടഞ്ഞു നിന്നിട്ടില്ല. നീ വഴി തടഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് ഈ ഒരു ആമി മാത്രം മതിയേ. എന്റെ അമ്മോ, ഉള്ളത് തന്നെ മനുഷ്യൻ താങ്ങാൻ പറ്റുന്ന ഒരു പാട്. ഇനി വരുന്നത് ഈ മോഡൽ തന്നെ ആണെങ്കിലോ? അത് നോക്കിയെടുത്താ പോരെ. ആ, ഒരിക്കൽ നോക്കിയെടുത്ത എന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എടി, സെലക്ഷന് ഞാൻ വളരെ വീക്കാണ് എന്റെ ഭാര്യയെ. അതെ, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ്. എന്തോ ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. ആമയെ തോൽപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ആവേശം. തോറ്റു തന്നേക്കാം, ഞാൻ തോറ്റു തന്നേക്കാം. ഈ ലോകത്തുള്ള സകലർക്ക് മുന്നിലും ആമി തോറ്റു തന്നേക്കാം. സന്തോഷമായല്ലോ. എന്ത് പറ്റിയടി നിനക്ക്? നീ ഇടത്തോട്ടാണോ എണീറ്റേ? അതെ, ഇടത്തോട്ട് തന്നെയാ. ഇടതും വലതും ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവൾക്ക് പറ്റിയത് എന്താന്ന് ഞാൻ പറയാം. രാവിലെ പൂജമോളുടെ കൂടെ ഗോമതിയെ പറഞ്ഞ് അമ്പലത്തിലൊന്ന് വിട്ടു. അതൊരു നല്ല കാര്യമല്ലേ? അത് വിവരമുള്ളവർക്ക്. മനസ്സ് മുഴുവൻ കാലുഷ്യം കൊണ്ട് നടക്കുന്ന ഇവൾക്ക് ഇതൊക്കെ ദഹിക്കുവോ? ഗോമതി ഇവളുടെ സ്വകാര്യ സ്വത്തല്ലേ. അത് പൂജ തട്ടിക്കൊണ്ടുപോയി ഇവക്ക് സഹിക്കുവോ? ഒരിക്കലും ഇല്ല. ഓ, എടി നിക്കടി. ആമി, ആമി മോളെ അവിടെ നികടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലടി. എന്താ? മറ്റന്നാളല്ലേ ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ്? അതെ, അതിന് ഇത്തവണ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ക്ലാരമ്മയാ. ഇതിലും ഭേദം ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞ പോരെ. പോകണ്ടെന്നല്ലോ പറഞ്ഞേ, ക്ലാരമ്മയ്ക്കൊപ്പം പോണോന്നല്ലേ പറഞ്ഞത്. എന്നെ എന്റെ ഭർത്താവ് കൊണ്ടുപോയിക്കോളൂ. മറ്റന്നാളല്ലേ? എനിക്ക് തീരെ സമയമില്ലാത്ത ദിവസം നീ ക്ലാരമേട്ടത്തിന്റെ കൂടെ പോയാൽ മതി കേട്ടാ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വേണ്ട. എന്തായാലും ആ സ്ത്രീയുടെ കൂടെ പോയാൻ എന്നെ കിട്ടില്ല. ഇനി അതിന്റെ പേരിൽ എന്റെ പ്രസവം നടന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നീ ക്ലാരമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകും, ചെക്കപ്പ് നടത്തും, പ്രസവിക്കുകയും ചെയ്യും. ഓ പിന്നെ കാണാം. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നീ എന്റെ ചെറുമകളും ഞാൻ നിന്റെ മുത്തശ്ശിയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ. ശുചീകരണം തുടങ്ങിയല്ലേ? പിന്നെ അല്ലാതെ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? കൊടുകൈ, ഇതേ പണ്ടേക്ക് മറ്റേ ചെയ്യേണ്ടതായിരുന്നു കേട്ടാ. നല്ല കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാ മോനെ. ഒരു ഇത്തിരി വൈകും, പക്ഷെ ഫലം ഗംഭീരമായിരിക്കും. ആ, എന്നാ ഞാൻ ഇറങ്ങണ്ട മുത്തശ്ശി. ആ ശരി, പോയിട്ട് വരും. അയ്യോ, ദത്ത സാർ ചായ കുടിക്കാതെ പോയോ? അത് സാരമില്ല, ഇനി തിരിച്ചു വിളിക്കണ്ട. കാലത്ത് കുടിച്ചതല്ലേ, അയാൾക്ക് അങ്ങനെ ശീലമൊന്നുമില്ല. എന്തായാലും ക്ലാരമ്മ എടുത്തതല്ലേ, ഞാൻ കുടിച്ചോളാം. കടുപ്പത്തിരി കൂടുതലല്ലേ? ഞാൻ സാറിന് വേണ്ടി എടുത്താ അമ്മേ.
ആ സാരമില്ല, നല്ല സ്വാദുണ്ട്. അല്ല, ആത്മജമോള് പിണക്കത്തിലാണോ അമ്മേ? അവൾക്കെന്നാ പിണക്കം അല്ലാതായിട്ടുള്ളത്? ക്ലാരമ്മ ഒന്നും കാര്യാക്കണ്ട. മുൻചുണ്ടി കൊണ്ട് അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മകള് പറയുന്നതാണെന്ന് കരുതി ക്ലാരമ്മ എങ്ങ് ക്ഷമിച്ചേക്കണം. അതത്രേ ഉള്ളൂ. എനിക്ക് ആമിമോളൊന്നും പൂജമോളും ഒന്നുള്ള വ്യത്യാസം ഇല്ലമ്മേ. രണ്ടുപേരെ ഒരുപോലെ നോക്കാൻ ഞാൻ ഒരുക്കാം. പക്ഷെ ആമിമോള് സമ്മതിക്കാത്തോണ്ടല്ലേ. ഇതൊക്കെ ഇപ്പൊ ശരിയായിക്കോളും ക്ലാരമ്മേ. ദൈവം എന്റെ കൂടെ നിറഞ്ഞു നിൽക്കുകയല്ലേ. കാവിലമ്മയെ ഞാൻ വിളിച്ച എന്റെ വിളിപ്പുറത്താ. ഒരിക്കലും എന്നെ എന്റെ കുഞ്ഞുങ്ങളെ അമ്മ കൈവിടില്ല. ഇവിടെ ആരുമില്ലേ? ആരാ? എന്നാ വേണം? ഞാൻ ഇവിടുത്തെ പൂജയെ കാണാൻ വന്നതാ. അവിടെ നിന്ന് വിളിച്ചേ. നമ്മളാരാ? മനസ്സിലായില്ല. നമ്മളെ എനിക്കും മനസ്സിലായില്ല. ഓ, ഞാനിവിടെ വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഓ, എന്നാ ഞാനും വേണ്ടപ്പെട്ട ആള് തന്നെയാ. ഡോക്ടർ ജീവൻ, പൂജയുടെ സ്വന്തം അമ്മാവന്റെ മകനാ. നിങ്ങളവിടെ വിളിക്കണം. മോൾ ഇവിടെ ഇല്ല. എവിടെ പോയി? അമ്പലത്തിൽ പോയതാ. ഓ, അവനുണ്ടോ ഇവിടെ? ആ വായ നോക്കി. ആദിത്യൻ. ദേ, നിങ്ങൾ ആരായാലും കൊള്ളാം, മാനം മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളാരാ? വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. ആരാ ക്ലാരമ്മേ? എന്താ അവിടെ പ്രശ്നം? അതെ, പൂജമോളുടെ അമ്മാവന്റെ മോനാന്നും പറഞ്ഞ് ഒരുത്തം വന്നു കിടന്ന് ബഹളം വെക്കുക. അമ്മാവന്റെ മകനാണെന്ന് പറഞ്ഞു വന്നതല്ല, അമ്മാവന്റെ മകൻ തന്നെയാ. ഡോക്ടർ ജീവൻ സ്വാമിനാഥൻ. വഴക്കുണ്ടാക്കാൻ വന്നതല്ലെങ്കിൽ അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം. വഴക്കുണ്ടാക്കാൻ തന്നെയാ വന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ സ്വാഭാവികമായി ഇവിടെ ഒരു വഴക്ക് പ്രതീക്ഷിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾ? ഉണ്ടെങ്കിൽ അവരെ കൂടി വിളിക്ക്, ഞാൻ പറയാം. തൽക്കാലം ഇവിടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ.